Good morning all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പവർ സീരീസിന്റെ കൺവേർജൻസും ഡൈവേർജൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് റേഡിയസ് ഓഫ് കൺവേർജൻസ് കിട്ടാനുള്ള, അതായത് പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കിട്ടാനുള്ള രണ്ട് ടെസ്റ്റുകളാണ് റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റും. ഓക്കെ, അതിൽ ഒരു പ്രോബ്ലം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ പ്രോബ്ലം ഇതാണ്: സിഗ്മ n ഈക്വൽ ടു 1 to infinity x റേസ് ടു n ഡിവൈഡഡ് ബൈ 2 റേസ് ടു n പ്ലസ് 4 റേസ് ടു n ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ നമ്മൾ എന്ത് എടുത്തെഴുതുക? എ എൻ എടുത്തെഴുതുക. എ എൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് റേസ് ടു എൻ ഒഴികെയുള്ള ബാക്കി ടേംസ് ആണ് ഏത് വരിക? എ എൻ ആയിട്ട് വരിക. അപ്പോൾ ഇതിലേക്ക് എൻ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ 2 റേസ് ടു എൻ പ്ലസ് 4 റേസ് ടു എൻ ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എ എൻ പ്ലസ് 1 എഴുതാം. അതായത് നമ്മൾ ഏത് ടെസ്റ്റാണ്? റേഷ്യോ ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എ എൻ പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്താ വരിക? 1 ഡിവൈഡഡ് ബൈ 2 റേസ് ടു എൻ പ്ലസ് 1 പ്ലസ് 4 റേസ് ടു എൻ പ്ലസ് 1 വരും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? എ എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ എൻ കണ്ടുപിടിക്കുക. അപ്പോൾ എ എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ എൻ എന്താണ് വരിക? 2 റേസ് ടു എ എൻ പ്ലസ് 1 എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 2 റേസ് ടു എൻ പ്ലസ് 1 പ്ലസ് 4 റേസ് ടു എൻ പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 1 ബൈ 2 റേസ് ടു എൻ പ്ലസ് 4 റേസ് ടു എൻ ആണ് വരുന്നത്. ഓക്കെ, ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? 1 ബൈ 2 റേസ് ടു എൻ പ്ലസ് 1 പ്ലസ് 4 റേസ് ടു എൻ പ്ലസ് 1 ഇനി റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2 റേസ് ടു എൻ പ്ലസ് 4 റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 1 വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 റേസ് ടു എൻ പ്ലസ് 4 റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 2 റേസ് ടു എൻ പ്ലസ് 1 പ്ലസ് 4 റേസ് ടു എൻ പ്ലസ് 1. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് വരുന്നത്? എ എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ എൻ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ എൻ. ഇവിടെ മോഡുലസ് ഇതിൻ്റെ ആവശ്യമില്ല, കാരണം എന്താണ്? n എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്താണ്? എല്ലാം പോസിറ്റീവ് വാല്യൂ ആണ്, നമ്മൾ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതായത് 2 റേസ് ടു എൻ പ്ലസ് 4 റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 2 റേസ് ടു എൻ പ്ലസ് 1 പ്ലസ് 4 റേസ് ടു എൻ പ്ലസ് 1. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. സിംപ്ലിഫൈ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, അതായത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? മാക്സിമം നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 4 റേസ് ടു എൻ പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? 4 റേസ് ടു എൻ ഇൻറ്റു 4 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഓരോ ടേമൊന്നും 4 റേസ് ടു എൻ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് എടുക്കാൻ അതിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, ആദ്യത്തെ ടേമിൽ നിന്ന് 4 റേസ് ടു എൻ പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 4 റേസ് ടു എൻ പ്ലസ് ഇവിടെ എന്താണ്? 4 റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 4 റേസ് ടു എൻ തന്നെ വരും. ഡിവൈഡഡ് ബൈ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? ഒരു 4 റേസ് ടു എന്നിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 4 റേസ് ടു എന്നിന് പുറത്തേക്ക് എടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ടേമിൻ്റെ അകത്ത് നിന്ന് 4 റേസ് ടു എന്നിന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4 റേസ് ടു എൻ പ്ലസ് 4 റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4 റേസ് ടു എൻ വരും. ഓക്കെ, അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 2 റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 4 റേസ് ടു എൻ എന്താ വരും? അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 ബൈ 4 റേസ് ടു എൻ എന്ന് എഴുതാം. പ്ലസ് 4 റേസ് ടു എൻ ബൈ 4 റേസ് ടു എൻ തന്നെ 1 വരും. ഡിവൈഡഡ് ബൈ ഒരു 2 റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4 റേസ് ടു എൻ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു 2 ഞാൻ പുറത്തേക്ക് എടുത്തു. ഈ 4 റേസ് ടു എൻ ക്യാൻസൽ ചെയ്തു. അപ്പം ഒരു 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്ത് വരും? 2 ബൈ 4 ഹോൾ റേസ് ടു എൻ വരും. പ്ലസ് ഇവിടെ എന്താ വരിക? 4 റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4 റേസ് ടു എൻ എന്ന് പറയുന്നത് 4 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2 ബൈ 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ 2 എന്ന് വെച്ചിട്ട് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 ബൈ 2 റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 ബൈ 2 റേസ് ടു എൻ പ്ലസ് 4 വരും. ഓക്കെ, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 1 റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 2 റേസ് ടു എൻ ആണ് വരുന്നത്. അതിനാൽ എനിക്ക് എങ്ങനെ എഴുതാം? 1 റേസ് ടു എൻ 1 തന്നെ. അപ്പോൾ ഇവിടെ 2 റേസ് ടു എൻ കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ എന്താണ്? 1 ബൈ 2 റേസ് ടു എൻ കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടേം 1 ബൈ ഇൻഫിനിറ്റി എന്നുള്ള ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ 0 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0 പ്ലസ് 4 വരും. അപ്പോൾ 0 പ്ലസ് 4 അതായത്
1/4 ആണ് നമുക്ക് എന്ത് വരുന്നത്, വാല്യൂ വരുന്നത്. ഓക്കെ, 1/4. ഓക്കെ, ദാറ്റ് ഈസ് L is equal to, Lൻ്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, 1/4 കിട്ടിയിരിക്കുന്നത്. ആൻഡ് സോ നമുക്ക് R എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതാം, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/L ആണ്. 1/L എന്ന് പറയുന്നത് എന്ത് വരും, 4 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ടെസ്റ്റ് പ്രകാരം, ഹെൻസ് ബൈ റേഷ്യോ ടെസ്റ്റ് നമ്മൾ n+1 ഡിവൈഡഡ് ബൈ n ആണല്ലോ നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്താൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹെൻസ് ദി ഗിവൺ പവർ സീരീസ്, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഗിവൺ സീരീസ് അല്ലെങ്കിൽ പവർ സീരീസ് തന്നെ എഴുതുക. ഗിവൺ പവർ സീരീസ് കൺവേർജസ്, എപ്പോഴാണ് ഇത് കൺവേർജ് ചെയ്യുക, ഇവിടെ മോഡ് എടുത്തത് കൊണ്ട് തന്നെ ഇത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ്. അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും. കൺവേർജസ് ഇഫ് നമ്മളെ കണ്ടീഷൻ എന്താണ്, ഇഫ് മോഡ് എക്സ് ലെസ് ദാൻ 4. 6 ഇവിടെ കിട്ടിയിരിക്കുന്നത് 4 ആണ്. അപ്പോൾ മോഡ് എക്സ് ലെസ് ദാൻ 4ൽ അതായത് ഇത് കൺവേർജ് ചെയ്യും. ആൻഡ് ഡൈവേർജസ്, എപ്പോഴാണ് ഡൈവേർജ് ചെയ്യുക, ഡൈവേർജസ് ഇഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 4ൽ. അപ്പോൾ ലെസ് ദാൻ 4ൻ്റെതും ഗ്രേറ്റർ ദാൻ 4ൻ്റെതും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്താണ്, എക്സ് ഈക്വൽ ടു 4ൻ്റെതും എക്സ് ഈക്വൽ ടു -4ൻ്റെതുമാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ when എക്സ് ഈക്വൽ ടു 4 ആകുമ്പോൾ ദ സീരീസ് ബിക്കംസ്, സീരീസ് എന്തായിട്ടാണ് മാറുന്നത്, എക്സിന് ഇത് 4 കൊടുക്കുക, അതായത് സിഗ്മ n ഈക്വൽ ടു 1 to infinity. ഇവിടെ എന്താണ് പറഞ്ഞത്, x⁻n ഡിവൈഡഡ് ബൈ 2⁻n പ്ലസ് 4⁻n ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സിന് പകരം 4 കൊടുക്കുക, സിഗ്മ n ഈക്വൽ ടു 1 to infinity 4⁻n ഡിവൈഡഡ് ബൈ 2⁻n പ്ലസ് 4⁻n വരും. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to infinity സിഗ്മ n ഈക്വൽ ടു 1 to infinity. നമ്മളിവിടെ എന്ത് ചെയ്യാം, ഒരു 4⁻n പുറത്തേക്ക് എടുക്കുക. ഇവിടെ 4⁻n ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് 4⁻n നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, 2⁻n ഡിവൈഡഡ് ബൈ 4⁻n വരും. അതേപോലെ 4⁻n ബൈ 4⁻n വരും. 4⁻n 4⁻n ക്യാൻസൽ ചെയ്യും. അത് സിഗ്മ n ഈക്വൽ ടു 1 to infinity. ഇവിടെ എന്താ വരിക, 1/2/4 n പ്ലസ് 1 വരും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, സിഗ്മ n ഈക്വൽ ടു 1 to infinity 1/2n പ്ലസ് 1. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ an ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് an is equal to 1/1/2n പ്ലസ് 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിൻ്റെ nth ടേം എടുക്കുക. nth ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an ആണ്. സിൻസ് ദി nth ടേം, നമ്മൾ nth ടേം ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. സിൻസ് ദി nth ടേം ഓഫ് ദി ഗിവൺ സീരീസ്, ഇതിൻ്റെ nth ടേം എങ്ങോട്ടേക്കാണ് പോകുന്നത്, nth ടേം ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an എന്താണ്, 1ലേക്കാണ് പോകുന്നത്. ഓക്കെ, since the nth term of the given series does not tend to 0ലേക്ക് ടെൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ as n tends to infinity by nth term test നമുക്ക് എന്ത് പറയാം, by nth term test it diverges. ഓക്കെ, അതായത് എക്സ് ഈക്വൽ ടു 4 വരുന്ന കേസിൽ എന്താണ്, ഈ ഒരു സീരീസ് ഡൈവേർജ് ആണ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യുക, എക്സ് ഈക്വൽ ടു -4 എടുക്കുക. -4 എടുക്കുന്ന കേസിൽ നമ്മൾ ഈ പവർ സീരീസ് എന്തായിട്ട് മാറും, സിഗ്മ n ഈക്വൽ ടു 1 to infinity -4⁻n ഡിവൈഡഡ് ബൈ 2⁻n പ്ലസ് 4⁻n വരും. ഓക്കെ, അപ്പോൾ ഇതും അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ nth ടേം കണ്ടുപിടിക്കാം. അപ്പോൾ സെയിം പ്രൊസീജിയർ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ വരെ എങ്ങനെയാണ്, സിഗ്മ n ഈക്വൽ ടു 1 to infinity -1/n ഡിവൈഡഡ് ബൈ 1/2n പ്ലസ് 1 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ കേസ് എന്താണ്, nth ടേം ഏതിലേക്കാണ് പോവുക, 0ലേക്ക് പോകുന്നുണ്ടോ, ഇതേപോലെ തന്നെ ഹിയർ ഓൾസോ which does not
does not converges to 0 as n tends to infinity. ഓക്കെ, അപ്പോൾ nth ടേം ടെസ്റ്റ് പ്രകാരം നമുക്ക് അഗെയിൻ എന്ത് പറയാം, ഇറ്റ് ഡൈവേർജസ്. by nth term test it diverges. ഇങ്ങനെയാണ് നമുക്കൊരു പവർ സീരീസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡൈവേർജ് ചെയ്യോ കൺവേർജ് ചെയ്യോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത്. അതായത് ആദ്യം എന്ത് ചെയ്യും, കണ്ടുപിടിക്കുക, റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കുക. ആ റേഡിയസ് ഓഫ് കൺവേർജൻസിൽ ഈക്വൽ ടു ലെസ് ദാൻ 4ൽ ലെസ് ദാൻ 6ൽ കൺവേർജ് ചെയ്യും, ഗ്രേറ്റർ ദാൻ 6ൽ ഡൈവേർജ് ചെയ്യും. പക്ഷേ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 6ൽ നമ്മളത് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ഏത് ടെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചത് രണ്ടും എന്താണ്, nth ടേം ടെസ്റ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള ടെസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ ഡൈവേർജ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിഗ്മ n ഈക്വൽ ടു 1 to infinity n ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റൈസ്ഡ് n ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ an എന്താണ് ഗിവൺ, an ഇസ് ഈക്വൽ ടു ന്റെ വാല്യൂ ഇവിടെ കൊടുക്കുക, n ഫാക്ടോറിയൽ ആണ്. ഇനിയിപ്പോൾ an പ്ലസ് 1 എന്താ വരുന്നത്, an പ്ലസ് 1 എന്ന് പറയുന്നത് n പ്ലസ് 1 ഫാക്ടോറിയൽ വരും. ഓക്കെ, an പ്ലസ് 1 നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റേഷ്യോ ടെസ്റ്റ് ആണ്. അപ്പോൾ an പ്ലസ് 1 ഡിവൈഡഡ് ബൈ an കണ്ടുപിടിക്കുക. an പ്ലസ് 1 എന്ന് പറയുന്നത് n പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ. n പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ എന്താ വരിക, n പ്ലസ് 1 വരും. ഇനി ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് an പ്ലസ് 1 ഡിവൈഡഡ് ബൈ an വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് വരിക, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1 വരും. ഇതിൻ്റെ വാല്യൂ എന്താണ് വരുന്നത്, ഇൻഫിനിറ്റി ആണ്. ദാറ്റ് ഈസ് L എന്താണെന്ന് കിട്ടി, L ഈക്വൽ ടു ഇൻഫിനിറ്റി. L ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താ വരുന്നത്, 0 ആണ് വരുന്നത്. ആൻഡ് സോ R is equal to 0. ഹെൻസ് ബൈ റേഷ്യോ ടെസ്റ്റ് നമുക്ക് പവർ സീരീസിൻ്റെ റേഷ്യോ ടെസ്റ്റ് പ്രകാരം, ഹെൻസ് ബൈ റേഷ്യോ ടെസ്റ്റ് ഫോർ പവർ സീരീസ് given series converges for mod x less than 0. mod x less than r ആണ്, ഇവിടെ r എന്താണ് 0 ആണ്. അപ്പോൾ converges for mod x less than 0 and diverges, അപ്പോൾ നമുക്ക് എന്ത് പറയാം, and diverges for mod x greater than 0 എന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ x ഈക്വൽ ടു 0ൻ്റെ കേസല്ലേ നമുക്ക് നോക്കണ്ടേ. when x ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ നമ്മൾ പവർ സീരീസേ എന്തായിട്ട് മാറും, 0 ആയിട്ട്. ദ ടേംസ് ഓഫ് ദി ഗിവൺ സീരീസ് എന്താണ് വരുന്നത്, 0 ആണ് വരുന്നത്. ദി ടേംസ് ഓഫ് ദി ഗിവൺ സീരീസ് എല്ലാ ടേമും എന്താണ് 0 ആണ് വരുന്നത്. ഗിവൺ സീരീസ് ഇസ് 0. ഹെൻസ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഹെൻസ് ഇറ്റ് കൺവേർജസ്. ഓക്കെ, അപ്പം എക്സ് ഈക്വൽ ടു 0ലും പിന്നെ എന്താണ് മോഡ് എക്സ് ലെസ് ദാൻ 0ലും എന്താണ് ഇത് കൺവേർജ് ചെയ്യും. പിന്നെ എക്സ് ഈക്വൽ ടു 0 ഒഴികെയുള്ള ടേംസിൽ ഇതെന്താണ് സംഭവിക്കുന്നത്, ഡൈവേർജ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. നാലാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സിഗ്മ n ഈക്വൽ ടു 1 to infinity 1 ഡിവൈഡഡ് ബൈ 3 raised to n ഇൻറ്റു n റൂട്ട് n. n ഇൻറ്റു റൂട്ട് n ആണ്, nth റൂട്ട് n അല്ല, n ഇൻറ്റു റൂട്ട് n ആണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റു എക്സ് റേസ് ടു n. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ എഴുതുക, a n എടുത്ത് എഴുതുക. ഓക്കെ, ലെറ്റ് a n ഇസ് ഈക്വൽ ടു, a എന്ന് പറയുന്നത് എന്താണ് 1 by 3 raised to n ഇൻറ്റു n ഇൻറ്റു റൂട്ട് n വരും. അപ്പോൾ a n പ്ലസ് 1 എന്താ വരിക, a n പ്ലസ് 1 എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 3 raised to n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു റൂട്ട് n പ്ലസ് 1 വരും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, a n പ്ലസ് 1 ഡിവൈഡഡ് ബൈ a n കണ്ടുപിടിക്കുക. n പ്ലസ് 1 ഡിവൈഡഡ് ബൈ a n. അപ്പം നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മേലെ ഏത് വരിക, 3 raised to n ഇൻറ്റു റൂട്ട് n ഡിവൈഡഡ് ബൈ 3 raised to n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു റൂട്ട് n പ്ലസ് 1 വരും. ഓക്കെ, അപ്പോൾ 3 raised to n ഡിവൈഡഡ് ബൈ ഈ ഒരു ടേം നോക്കി നോക്കുക, 3 raised to n ഡിവൈഡഡ് ബൈ 3 raised to n പ്ലസ് 1 എന്താ വരിക, 1/3 വരും. അങ്ങനെ ഓരോ ടേമായിട്ട് നമ്മൾ നോക്കി നോക്കുക, 1/3. ഇനി അടുത്ത ടേം നോക്കുക, അടുത്ത എന്താണ് n/n പ്ലസ് 1. അതങ്ങനെ തന്നെ എടുത്ത് എഴുതുക, n ഡിവൈഡഡ് ബൈ n പ്ലസ് 1 വരും. അടുത്ത ടേം എന്താണ് റൂട്ട് n ഡിവൈഡഡ് ബൈ റൂട്ട് n പ്ലസ് 1 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ,
ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് an പ്ലസ് 1 ഡിവൈഡഡ് ബൈ an. ഇത് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/3 ഇൻറ്റു n ബൈ n പ്ലസ് 1 ഇൻറ്റു റൂട്ട് ഓഫ് n ബൈ n പ്ലസ് 1 വരും. ഓക്കെ, ഇത് ഈസ് ഈക്വൽ ടു നമ്മൾ മാക്സിമം സിംപ്ലിഫൈ ചെയ്യുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/3 ഇൻറ്റു ഇതിൻ്റെ അകത്ത് ഞാൻ n പുറത്തേക്ക് എടുത്തു n ഡിവൈഡഡ് ബൈ n ഇൻറ്റു 1 പ്ലസ് 1 ബൈ n. ഇനി റൂട്ട് ഓഫ് ഇവിടെ എന്ത് എഴുതുക? n ഡിവൈഡഡ് ബൈ n പുറത്തേക്ക് എടുത്തു n ഇൻറ്റു 1 പ്ലസ് 1 ബൈ n n ക്യാൻസൽ ചെയ്തു. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു ബാക്കി എന്താണ് വരുന്നത്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/3 ഇൻറ്റു 1 ബൈ 1 പ്ലസ് 1 ബൈ n ഇൻറ്റു റൂട്ട് ഓഫ് 1 ബൈ 1 പ്ലസ് 1 ബൈ n വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? n ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുക. n ഇൻഫിനിറ്റി വരുന്ന സമയത്ത് എന്താ വരിക? ഈ 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ഇവിടെ അതേപോലെ തന്നെ. അപ്പോൾ നമുക്ക് എന്ത് വരും? 1/3 ഇൻറ്റു 1 ബൈ 1 ഇൻറ്റു 1 ബൈ 1 റൂട്ട് 1 ബൈ 1 ആണ്. അതായത് നമുക്ക് വാല്യൂ എന്താണ് വരുന്നത്? 1/3 ആണ്. ദാറ്റ് ഈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് L ആണ്. L എന്ന് പറയുന്നത് 1/3 ആണ്. ഫോർ R ഈസ് ഈക്വൽ ടു എന്ത് വരും? R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/L ആണ്. അതായത് 3 ആണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹെൻസ് ബൈ റേഷ്യോ ടെസ്റ്റ്. ഏത് ടെസ്റ്റ് പ്രകാരം? റേഷ്യോ ടെസ്റ്റ് പ്രകാരം. റേഷ്യോ ടെസ്റ്റ് ഫോർ പവർ സീരീസ് റേഷ്യോ ടെസ്റ്റ് ഫോർ പവർ സീരീസ് ഇറ്റ് കൺവേർജസ്. എപ്പോഴാണ് കൺവേർജ് ചെയ്യുക? മോഡ് എക്സ് ലെസ് ദാൻ 3 കൺവേർജ് ചെയ്യും. ആൻഡ് ഡൈവേർജസ് ഇഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 3. ഓക്കെ, ഇനി എക്സ് ഈക്വൽ ടു 3ൻ്റെ കേസ് നമ്മൾ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ വെൻ എക്സ് ഈക്വൽ ടു 3 ആകുമ്പോൾ സീരീസ് എന്തായിട്ടാണ് മാറുന്നത്? സീരീസ് ബിക്കംസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 3 റേസ് ടു n ഡിവൈഡഡ് ബൈ 3 raised to n into n root n is equal to sigma n equal to 1 to infinity 3 raised to n 3 raised to n cancel ചെയ്തു. ബാക്കി എന്താണ് വരുന്നത്? 1 by n root n ആണ്. n root n എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ n equal to 1 to infinity 1 by n raised to 3/2 എന്ന് എഴുതാം. അതായത് n into n raised to 1/2 ആണ്. ഓക്കെ, അപ്പോൾ n raised to 3/2 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചിട്ടുണ്ട്? സിഗ്മ 1 by x raised to p കൺവേർജ് ചെയ്യപ്പോഴാണ് p ലെസ് ദാൻ 1ൽ ഗ്രേറ്റർ ദാൻ 1ലാണ് എന്ത് ചെയ്യുന്നത്? കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 1 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? വിച്ച് ഈസ് എ പി സീരീസ് with p is equal to 3/2 which is greater than 1 and hence നമുക്ക് എന്ത് പറയാം? hence it converges. അപ്പോൾ x equal to 3ൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ എന്ത് വേണം? x equal to -3 പറയണം. x equal to -3 ആകുമ്പോൾ നമ്മളെ സീരീസ് എങ്ങനെയാണ് മാറുന്നത്? the series becomes sigma n is equal to 1 to infinity minus 3 raised to n divided by 3 raised to n into n root n വരും. ഓക്കെ, which is equal to sigma n equal to 1 to infinity. ഇവിടെ minus 3 raised to n, ഇവിടെ 3 raised to n ആണ് വരുന്നത്. അപ്പോൾ എന്താ വരിക? minus 1 raised to n divided by n raised to 3/2. ഓക്കെ, അപ്പോൾ minus 1 raised to n വന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇത് ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ nth ടേം എങ്ങോട്ടേക്കാണ് പോകുന്നത് നോക്കാം. ഓക്കെ, which is an alternating series and limit n tends to infinity minus 1 raised to n divided by n raised to 3/2 അല്ലെങ്കിൽ ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ അല്ലേ നമ്മൾ എടുക്കുക. അതായത് ലിമിറ്റ് n tends to infinity 1 divided by n raised to 3/2 എന്ന് പറയുന്നത് equal to 0 ആണ് വരുന്നത്. hence
കൺവേർജസ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പറയുക? കൺവേർജ് ചെയ്യുക, ഡൈവേർജ് ചെയ്യുക, നമ്മൾ ഏതൊരു ഇൻ്റർവെല്ലാണ് നമ്മൾ പറയുക? -3ൻ്റെതും <= x <= 3 it converges and diverges elsewhere. ബാക്കി എല്ലാ സ്ഥലത്തും എന്താണ് വരുന്നത്? ഡൈവേർജ് ആണ് വരുന്നത്. അതായത് എക്സിൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂ <3 ആണെങ്കിൽ എന്തായാലും എന്ത് ചെയ്തു? കൺവേർജ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. പിന്നെ എന്താണ് ഇതിൻ്റെ -3ഉം 3ഉം ആണ് നമ്മളിപ്പം ചെക്ക് ചെയ്തത്. അതും എന്താണ് വരുന്നത്? കൺവേർജ് ആണ് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് എന്ത് വരിക? അത് ഡൈവേർജ് ചെയ്യുന്നത്. അതായത് x > 3ൻ്റെ കേസിലാണ് വരുന്നത്. ഓക്കെ, ഇനി ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമൈൻ ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദി ഫോളോയിങ് പവർ സീരീസ്. ഒരു പവർ സീരീസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പവർ സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ആറിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കൽ തന്നെ. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ കേസിൽ നമുക്ക് ഇവിടെ k ആണ് തന്നിരിക്കുന്നത്. k = 0 to ∞ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ak ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ak എന്ന് പറയുന്നത് എന്താ വരിക? അപ്പോൾ x⁻k ഒഴികെയുള്ള ടേംസ് ആണ് എന്ത് വരിക? ak വരിക. അതായത് k⁵ / k+1 ഫാക്ടോറിയൽ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ak വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് വേണം? ak+1. ak+1 എന്ന് പറയുമ്പോൾ എന്താണ്? an+1 എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ak+1, അതായത് k+1 /5 കെക്ക് പകരം k+1 കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? k+2 ഫാക്ടോറിയൽ വരും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ റേഷ്യോ എടുക്കുക. അതായത് ak+1 / ak എടുക്കുക. അപ്പോൾ എന്താ വരിക? k+1 /5 k+2 ഫാക്ടോറിയൽ ഇൻറ്റു അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. k+1 ഫാക്ടോറിയൽ / k⁵. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ ഇതിനെ ഒരുമിച്ച് എടുത്ത് എഴുതാം. k+1 ⁵ k⁵ ഇൻറ്റു k+1 ഫാക്ടോറിയൽ / k+2 ഫാക്ടോറിയൽ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നോക്കി നോക്കാം. k+1 ഫാക്ടോറിയൽ / k+2, അതായത് k+1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 മുതൽ k+1 വരെയുള്ള വാല്യൂ ആണ്. ഇവിടെ 1 മുതൽ k+2 വരെയുള്ള വാല്യൂ. അപ്പോൾ k+1 വരെയുള്ള വാല്യൂ ക്യാൻസൽ ചെയ്യും. അപ്പോൾ താഴെ എന്ത് വരും? k+1 വരും. ഓക്കെ, which is equal to k+2 വരും. അപ്പോൾ നമുക്കിവിടെ എന്താ വരിക? k+1 /5 k⁵ ഇൻറ്റു 1/k+2 വരും. k⁵ ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? ലിമിറ്റ് k →∞ mod ak+1 / ak വരും. which is equal to എന്ത് വരും? ലിമിറ്റ് k →∞ നമ്മൾ ഈ കിട്ടിയ വാല്യൂ കൊടുക്കുക. k+1 ⁵ k⁵ ഇൻറ്റു 1/k+2 കൊടുക്കുക. അപ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് k →∞ മോഡുലസ് ഓഫ് ഇവിടെ k+1 / k⁵ നമുക്ക് കൊടുക്കാം ഇൻറ്റു 1/k+2. ഓക്കെ, ഇപ്പോൾ k+1/5 നമ്മൾ മാക്സിമം എന്ത് ചെയ്യാനാണ് പറയുന്നത്? സിംപ്ലിഫൈ ചെയ്യണം. ലിമിറ്റ് k →∞ മോഡുലസ് ഓഫ് ഇവിടെ k പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 1 + 1/k. ആ k ക്യാൻസൽ ചെയ്തോളൂ. ഇവിടെ ഇങ്ങനെ k ഇൻറ്റു /k⁵ ഇൻറ്റു 1/k+2 ആണ്. ഈ kയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി എന്താ വരിക? ലിമിറ്റ് k →∞ മോഡുലസ് ഓഫ് ഇപ്പോൾ മോഡുലസ് കൊടുത്തിട്ടില്ലെങ്കിൽ വിഷയമില്ല, പോസിറ്റീവ് ടേം ആണല്ലോ വരുന്നത്. 1 + 1/k⁵ ഇൻറ്റു ലിമിറ്റ് k →∞ 1/k+2 വരും. ഓക്കെ, അപ്പോൾ 1/k എന്ന് പറയുന്നത് 1/∞ 0 ആണ് വരിക. അതായത് എന്ത് വരും? 1 × 0 വരും. 1 × 0 എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? 0 ആണ് വരുന്നത്. അതായത് ദാറ്റ് ഈസ് L = 0. L 0 ആകുമ്പോൾ and so R R എന്താണ് നമുക്ക് പറയാം? 1/L ആണ്. 1/L എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ് വരുന്നത്. 1/0 ആണ് വരുന്നത്. അപ്പോൾ ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? എല്ലാ പോയിന്റിലും ഇതെന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്? കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാം.
Okay, hence by ratio test for power series, the radius of convergence is infinite. Radius of convergence infinite എന്ന് പറയുമ്പോൾ എന്താ വരിക? That is, it converges for all x. ഏതൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതെന്താ സംഭവിക്കുന്നത്? കൺവേർജ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് an is equal to n raised to n divided by 2n plus 1 whole raised to n വരും. ഓക്കെ, അപ്പോൾ ഇവിടെ റേസ് ടു ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി? റൂട്ട് ടെസ്റ്റ് അല്ലേ നമുക്ക് കുറച്ചുകൂടി നന്നാവുക. ഓക്കെ, അപ്പം an നമുക്ക് n raised to n divided by 2n plus 1 whole raised to 5 ആണെന്ന് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? n by 2n plus 1 whole raised to n എഴുതാം. ഇനി nth റൂട്ട് റൂട്ട് ടെസ്റ്റ് ആണ്, അപ്പോൾ nth റൂട്ട് n കണ്ടുപിടിക്കുക, അതായത് മോഡ് n raised to 1 by n. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? n by 2n plus 1 whole raised to n all raised to 1 by n. അപ്പോൾ ഈ n into 1 by n എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു എന്ത് വരും? n divided by 2n plus n by 2n plus 1 വരും. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. അതായത് ലിമിറ്റ് n tends to infinity mod an raised to 1 by n which is equal to limit n tends to infinity n divided by 2n plus 1. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാവുന്നിടത്തോളം സിംപ്ലിഫൈ ചെയ്യുക. n tends to infinity n divided by n into 2 plus 1 by n വരും. n ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എന്താ വരിക? 1 by 2 ആണ് വരുന്നത്. അപ്പോൾ 1 by 2 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? L ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. L 1 by 2 ആണ്. L 1 by 2 ആണെങ്കിൽ that is L is equal to 1 by 2. therefore R എന്താണ് വരിക? R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by L ആണ്. 1 by L എന്ന് പറയുന്നത് എന്ത് വരും? 2 വരും. ഓക്കെ, അപ്പോൾ റൂട്ട് ടെസ്റ്റ് പ്രകാരം നമുക്ക് എന്താണ് വരുന്നത്? റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് 2 ആണ് വരുന്നത്. ഓക്കെ, നമുക്കപ്പോൾ എങ്ങനെ എഴുതാം? ഹെൻസ് ബൈ റൂട്ട് ടെസ്റ്റ് for power series, the radius of convergence of the given series is 2. ഓക്കെ, എത്രയാണ് നമുക്ക് കിട്ടി? 2 ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഓഫ് പവർ സീരീസ് ആണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.